വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇൻവെർട്ടറാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കുറേ നാളായിട്ട് നമ്മുടെ കമന്റ് ബോക്സിൽ വരുന്ന ഒരു കമന്റ് ആയിരുന്നു, ചേട്ടൻ ഒരു ഇൻവെർട്ടർ ഉണ്ടാക്കുന്നത്, അതായത് ഒരു കുഞ്ഞ് ഇൻവെർട്ടർ. പക്ഷേ ഇൻവെർട്ടർ ഉണ്ടാക്കാൻ പറഞ്ഞൊരു ചെറിയ പണിയല്ല, അതിൽ ഒരുപാട് കമ്പോണൻസ് വരുന്നുണ്ട്. ഡയാക്ക്, ട്രയാക്ക്, റെസിസ്റ്റർ, കപ്പാസിറ്റർ, അങ്ങനെ അതിൻ്റെയൊക്കെ കുറേ സീക്വൻസുകൾ വരുന്നതാണ് ഒരു ഇൻവെർട്ടർ എന്ന് പറയുന്നത്. പക്ഷേ നമ്മളത് ഉണ്ടാക്കിയെടുക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്. ഞാനിപ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആർക്കും മനസ്സിലാവുമില്ല. അപ്പോൾ കുട്ടികൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ നമ്മളിന്നൊരു കുഞ്ഞി, അതായത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇൻവെർട്ടറാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ഇൻവെർട്ടർ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അപ്പോൾ നമുക്ക് നേരെ വർക്ക്ഷോപ്പിലേക്ക് ഇടാം ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് നമ്മുടെ വർക്ക് തുടങ്ങാം. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് D882 എന്ന് പറയുന്ന ഒരു ട്രാൻസിസ്റ്റർ ആണ്. ഈ ട്രാൻസിസ്റ്ററിന് ഏകദേശം ഒരു 5 രൂപയാണ് വില വരുന്നത്. അതുപോലെ തന്നെ ഒരു 1K റെസിസ്റ്റർ വേണം. പിന്നെ നമ്മളൊരു ബൾബ് ഹോൾഡറിൽ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ വാട്ട്സ് കുറഞ്ഞൊരു ബൾബാണ്, 3 വാട്ട്സിൻ്റെ ബൾബാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ വയറൊക്കെ നമ്മൾ സ്ട്രിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് പഴയൊരു മൊബൈൽ ഫോൺ ചാർജർ വേണം. അതിപ്പോൾ ഏത് കമ്പനിയുടെ ആയാലും നമുക്ക് യാതൊരു പ്രശ്നമില്ല. അത് നമ്മൾ തുറന്നിട്ട് അതിൻ്റെ ഉള്ളിലത്തെ സർക്യൂട്ടിൽ നിന്ന് നമുക്കൊരു കമ്പോണൻറ്റ് എടുക്കാനുണ്ട്. അതായത് നമ്മളിപ്പോൾ ഈ കാണുന്ന ഈ ഒരു കമ്പോണൻ്റാണ് നമുക്ക് ആവശ്യം. ഇതൊരു ട്രാൻസ്ഫോമറാണ്. ഇതിപ്പോൾ ഏത് ചാർജർ തുറന്നാലും അതിൻ്റെ ഉള്ളിൽ ഈ ഒരു ട്രാൻസ്ഫോമർ നമുക്ക് കാണാൻ പറ്റും. അതിപ്പോൾ നമ്മൾ അഴിച്ചെടുക്കുകയാണ്. അപ്പോൾ അഴിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു സോൾഡറിങ് അയൺ വെച്ച് ഇതിൻ്റെ ലെഗുകൾ ഒന്ന് ചൂടാക്കി കൊടുക്കാം. അപ്പോൾ അവിടുത്തെ നമ്മുടെ ലെഡൊക്കെ ഒന്ന് മെൽട്ടായി കഴിയുമ്പോൾ നമ്മുടെ ട്രാൻസ്ഫോമർ നമുക്ക് ആ ഒരു സർക്യൂട്ടിൽ നിന്ന് സിമ്പിളായിട്ട് അഴിച്ചെടുക്കാൻ പറ്റും. കണ്ടോ? അപ്പോൾ നമ്മൾ കുറച്ച് നേരം ചൂടാക്കിയപ്പോൾ തന്നെ നമ്മുടെ ട്രാൻസ്ഫോമർ അതിൽ നമുക്ക് ഊരിയെടുക്കാൻ പറ്റി. ഇപ്പോൾ ഈ ഒരു ട്രാൻസ്ഫോമറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിന് 6 ലെഗാണ് ഉണ്ടാവുക. അതായത് നമുക്കിപ്പോൾ നോക്കിയാൽ കാണാൻ പറ്റും, ഒരു സൈഡിൽ 1, 2, 3, 4 ലെഗ് വരുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ 2 ലെഗും വരുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ 6 ലെഗാണ് നമ്മുടെ ഈ ഒരു കുഞ്ഞ് ട്രാൻസ്ഫോമറിന് വരുന്നത്. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത ആ ഒരു റെസിസ്റ്ററിൻ്റെ ലെഗ് നമുക്കൊന്ന് ബെൻഡ് ചെയ്ത് കൊടുക്കാം. ഏകദേശം ഒരു U ഷേപ്പിലാണ് നമ്മൾ ബെൻഡ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ റെസിസ്റ്റർ നമ്മൾ ബെൻഡ് ചെയ്തെടുത്തു. ഇനിയിപ്പോൾ നമ്മൾ ഇത് നേരെ നമ്മുടെ ട്രാൻസ്ഫോമറിൽ സെറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞാനിപ്പോൾ സെറ്റ് ചെയ്യുന്ന ലീഡ് നിങ്ങൾ നോക്കി വെച്ചാൽ മതി. എല്ലാത്തിനും ഈ ഒരു രീതിയിലായിരിക്കും ലീഡൊക്കെ ഉണ്ടാവുക. അതായത് നമ്മുടെ ട്രാൻസ്ഫോമറിൻ്റെ ലെഗ് വരുന്നത് ഈ ഒരു രീതിയിൽ തന്നെ ആയിരിക്കും. നമ്മൾ ഇതേപോലെ, അതായത് ഞാനിപ്പോൾ വെച്ച പോലെ വെക്കാം. ഇനി നമ്മൾ നേരത്തെ എടുത്ത ആ ഒരു ട്രാൻസിസ്റ്റർ, അതിൻ്റെ ലെഗ് നമ്മൾ 2 സൈഡിലേക്കായിട്ട് ബെൻഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ലെഗ് ബെൻഡ് ചെയ്തു, നടുക്കത്തെ ലെഗ് അതുപോലെ തന്നെ വെച്ചു. 3ാമത്തെ ലെഗ് നമ്മൾ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ബെൻഡ് ചെയ്തെടുത്തു. ഇനിയിപ്പോൾ നമ്മുടെ ട്രാൻസ്ഫോമറിൻ്റെ ഈ ഒരു, അതായത് 2 ലീഡ് വരുന്ന ആ ഒരു ഭാഗത്ത് നമ്മൾ ഒരു ലീഡ് ഫ്രീ ആയിട്ട് കിടക്കുന്നുണ്ട്. അവിടെ നമ്മൾ സോൾഡർ ചെയ്ത് വെക്കാം. ഓക്കെ, അത് സോൾഡർ ചെയ്ത് വെച്ചു. ഇനിയിപ്പോൾ ഒരു കുഞ്ഞ് വയറിൻ്റെ പീസ് എടുത്തിട്ട് നമ്മുടെ ആ ഒരു ട്രാൻസിസ്റ്ററിൻ്റെ 3ാമത്തെ പിന്ന്, അതായത് 3ാമത്തെ ലെഗിൽ നിന്ന് നമ്മൾ നേരെ സോൾഡർ ചെയ്തിട്ട് നമ്മൾ നേരത്തെ റെസിസ്റ്റർ സെറ്റ് ചെയ്തതിൻ്റെ അടുത്ത്, അതായത് തൊട്ടടുത്തുള്ള ആ ഒരു ലെഗിൽ നമ്മളിത് സോൾഡർ ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ട്രാൻസിസ്റ്റർ വെക്കുമ്പോൾ ആ എഴുത്തുള്ള ഭാഗം മുകളിൽ വരുന്ന രീതിയിലാണ് വെച്ചിരിക്കുന്നത്. അതൊന്ന് ശ്രദ്ധിച്ചേക്കാം. ഇനിയിപ്പോൾ നമ്മുടെ ബൾബ് നമ്മൾ ഇതിൽ സെറ്റ് ചെയ്യാൻ പോവുകയാണ്. അതായത് ആ 4 ലെഗുള്ള ഭാഗത്ത് 2 ലെഗ് ഫ്രീ ആയിട്ട് കിടക്കുന്നുണ്ട്. അവിടെയാണ് നമ്മുടെ ബൾബ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ബൾബ് റിയൽ ആണെന്ന് കുറേ പേർക്ക് ഡൗട്ട് ഉണ്ടാവും. കാരണം ഒരുപാട് ഫേക്ക് വീഡിയോസ് നമ്മുടെ യൂട്യൂബിലൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് എന്തായാലും ഡൗട്ട് ഉണ്ടാവും. അത് ഡൗട്ട് തീർക്കാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ നേരെ സപ്ലൈയിൽ കുത്തി കത്തിച്ച് കാണിച്ചത്. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ ആ വയറ് നമ്മുടെ ട്രാൻസ്ഫോമറിൽ സെറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ ആ 2 ലീഡ് ബാക്കിയുള്ളതിലാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഒരു വയറ് സോൾഡർ ചെയ്ത് വെച്ചു. അതിൻ്റെ തൊട്ടടുത്ത് തന്നെയായിട്ടാണ് അടുത്ത വയറും വരുന്നത്. അപ്പോൾ ഷോർട്ട് ആവാത്ത രീതിയിൽ സോൾഡർ ചെയ്ത് വെക്കുക. 2 വയറൂടി ഷോർട്ട് ആവരുത്. ഓക്കെ, അപ്പോൾ നമ്മൾ 2 വയറ് ഷോർട്ട് ആവാത്ത രീതിയിൽ സോൾഡർ ചെയ്ത് വെച്ചു. ഇനിയിപ്പോൾ നമുക്കൊരു 9 വോൾട്ട് ബാറ്ററിയും ആ ബാറ്ററിയുടെ ക്ലിപ്പും നമുക്ക് ആവശ്യമുണ്ട്. ഇനിയിപ്പോൾ ഈ ബാറ്ററിയുടെ ക്ലിപ്പ് നമ്മൾ എങ്ങനെ സെറ്റ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. അതായത് ബാറ്ററിയുടെ ക്ലിപ്പിൽ ബ്ലാക്ക് വയർ, അതായത് ആ നെഗറ്റീവ് സൈഡ്, അതായത് ബാറ്ററി ക്ലിപ്പിൻ്റെ നെഗറ്റീവ് ലീഡ് നമ്മൾ ട്രാൻസിസ്റ്ററിൻ്റെ ഫസ്റ്റ് പിന്നിൽ, അതായത് നമ്മൾ ബെൻഡ് ചെയ്ത് വെച്ചാൽ ഫസ്റ്റ് പിന്നിൽ നമ്മൾ സോൾഡർ ചെയ്തു. അതുപോലെ തന്നെ അതിൻ്റെ പോസിറ്റീവ് ലീഡ്, അതായത് റെഡ് വയർ നമ്മുടെ റെസിസ്റ്ററിൻ്റെ ആ ലെഗിൻ്റെ സൈഡിലായിട്ട് നമ്മൾ സോൾഡർ ചെയ്ത് വെച്ച് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ കുഞ്ഞ് ഇൻവെർട്ടറിൻ്റെ പണി. ഇനി നമുക്ക് ഇത് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കണം. അതിന് മുമ്പായിട്ട് നമ്മുടെ ബാറ്ററി, അതായത് നമ്മൾ സപ്ലൈ കൊടുത്തിട്ടില്ല. ആ സപ്ലൈ ഇതിൽ കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ ബൾബ് നമുക്ക് ബ്ലിങ്ക് ആവുന്നത് നമുക്ക് കാണാൻ പറ്റും. ബ്ലിങ്ക് ആവില്ല, കത്തി നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇത് നല്ല പകലായതുകൊണ്ടാണ് നമുക്ക് വെട്ടറിയാത്തത്. അപ്പോൾ നമുക്ക് ഇത്തിരി ഒരു റൂമിൽ പോയി കത്തിച്ച് നോക്കാം ഇതിൻ്റെ കറക്റ്റ് എഫക്റ്റ് അറിയാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ബാറ്ററി സെറ്റ് ചെയ്തു. കണ്ടോ, വെച്ച് കഴിയുമ്പോൾ ഇത് നല്ല രീതിയിൽ കത്തുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇതിപ്പോൾ ക്യാമറയിൽ ഫ്രെയിമിൻ്റെ വ്യത്യാസം കൊണ്ടാണ് ഇപ്പോൾ ഒരു വെട്ടൽ വരുന്നത്. നമ്മുടെ ലൈറ്റ് കാണുമ്പോൾ നല്ല കണ്ടിന്യൂസ് ആയിട്ട് നല്ല രീതിയിലേക്ക് കത്തുന്നുണ്ട്. അത്യാവശ്യം നല്ല വെട്ടം ലഭിക്കുന്നുണ്ട്.
അപ്പോൾ നമ്മുടെ ട്രാൻസ്ഫോമറിൽ നമ്മുടെ വോൾട്ടേജ് സ്റ്റെപ്പ് അപ്പ് ചെയ്ത് കിട്ടുന്നതുകൊണ്ടാണ് നമ്മുടെ 230 വോൾട്ടിൽ വർക്ക് ചെയ്യുന്ന ആ ഒരു ബൾബ് നമ്മുടെ 9 വോൾട്ട് ബാറ്ററി വെച്ച് നമുക്ക് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റുന്നത്. ഇതിപ്പോൾ ഒരു മെത്തേഡാണ് ഞാൻ കാണിച്ചു തന്നത്. ഇനി നമുക്ക് ഇതുപോലെ തന്നെ അടുത്തൊരു മെത്തേഡ് കൂടി ഉണ്ട്. നമ്മുടെ സെക്കൻഡ് മെത്തേഡ് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ഒരു 12 വോൾട്ടിൻ്റെ ട്രാൻസ്ഫോമറാണ്. ഇതിപ്പോൾ നമ്മൾ 1 ആംപിയറിൻ്റെ ട്രാൻസ്ഫോമറാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളൊരു ബൾബ് എടുത്തിട്ടുണ്ട്, ബൾബിൻ്റെ ഹോൾഡർ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഹോൾഡറിൽ ഓൾറെഡി വയർ സെറ്റ് ചെയ്തിട്ടില്ല, നമ്മൾ ഈ ട്രാൻസ്ഫോമറിൽ നിന്ന് നേരിട്ട് സെറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ പിന്നെ നമുക്ക് വേണ്ടത് ഒരു സ്വിച്ച് വേണം, അതായത് നമ്മുടെ ഈ ഒരു ലൈറ്റ് കൺട്രോൾ ചെയ്യാനൊരു സ്വിച്ച് വേണം. അതുപോലെ തന്നെ ഒരു കുഞ്ഞി മിനി മോട്ടർ നമുക്ക് ആവശ്യമുണ്ട്. ഇതിപ്പോൾ 9 വോൾട്ടിലൊക്കെ വർക്ക് ചെയ്യുന്ന ഒരു കുഞ്ഞി മിനി മോട്ടറാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇനി ഇത് എങ്ങനെ സെറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ബാറ്ററി നമ്മൾ പറയാൻ മറന്നുപോയി, ഒരു 9 വോൾട്ട് ബാറ്ററി വേണം. നമ്മൾ നേരത്തെ എടുത്ത പോലെ തന്നെ ഒരു സപ്ലൈ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു 9 വോൾട്ട് ബാറ്ററി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ ഇതെങ്ങനെ സെറ്റ് ചെയ്യുന്നത് നോക്കാം. ആദ്യം നമ്മൾ നമ്മുടെ ട്രാൻസ്ഫോമർ എടുക്കുക. അതിൽ നമ്മൾ ഒരു സൈഡിൽ എന്തായാലും റെഡ് വയർ ആയിരിക്കും എല്ലാ ട്രാൻസ്ഫോമറിനും. അത് നമ്മളിപ്പോൾ കട്ടൊന്നും ചെയ്യരുത്. ഇപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന സൈഡ്, അതായത് നമ്മളിപ്പോൾ ഒരു ഗ്രീൻ വയർ വന്നിരിക്കുന്ന സൈഡിൽ നിന്ന് ഒരു വയർ നമ്മൾ കട്ട് ചെയ്തിട്ട് ആ കട്ട് ചെയ്ത 2 പീസിൻ്റെയും അറ്റങ്ങൾ നമ്മൾ സ്ട്രിപ്പ് ചെയ്തെടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ 2 ലീഡ് സ്ട്രിപ്പ് ചെയ്തെടുത്തു. ഇതിൻ്റെ ഇടയിലാണ് നമ്മുടെ മിനി മോട്ടർ നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, എന്തായാലും റെഡ് കളർ വരുന്ന ഭാഗം നമ്മൾ കട്ട് ചെയ്തതുപോലെ ഗ്രീൻ അല്ലെങ്കിൽ ബ്ലാക്ക് ആ ഒരു രീതിയിലായിരിക്കും നമ്മുടെ ഓപ്പോസിറ്റ് സൈഡ്, അതായത് നമ്മളിപ്പോൾ കട്ട് ചെയ്യുന്ന സൈഡിൽ ഗ്രീൻ അല്ലെങ്കിൽ ബ്ലാക്ക് ആ ഒരു രീതിയിലായിരിക്കും വരാ വയർ. അപ്പോൾ അത് നമ്മൾ കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഇടയിൽ മിനി മോട്ടർ സെറ്റ് ചെയ്തു. ഇനിയിപ്പോൾ അടുത്ത വയർ കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഇടയിൽ നമ്മളൊരു സ്വിച്ച് സെറ്റ് ചെയ്യാണ്. അതെല്ലാം നമുക്ക് നേരെ ബാറ്ററി കൊടുക്കുമ്പോൾ തന്നെ കത്തുന്ന രീതിയിലാണ് വേണ്ടതെങ്കിൽ നമുക്ക് ഈ സ്വിച്ചിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമ്മൾ സ്വിച്ച് ഇട്ട് ഓൺ ആവുന്ന രീതിയിലാണ് ഇപ്പോൾ സെറ്റ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ വയർ കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഇടയിൽ ഒരു സ്വിച്ച് കണക്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഈ സ്വിച്ച് എടുത്ത് നേരത്തെ നമ്മൾ മോട്ടർ സോൾഡർ ചെയ്ത് വെച്ച പോലെ തന്നെ നമ്മുടെ സ്വിച്ചും ഇതിനിടയിൽ നമ്മൾ സോൾഡർ ചെയ്ത് വെക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ സ്വിച്ച് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചു. ഇനി നമുക്ക് ഈ മിനി മോട്ടർ ഈ ട്രാൻസ്ഫോമറിന്റെ മുകളിൽ ഒന്ന് ഒട്ടിച്ച് വെക്കാം. അതായത് നമ്മുടെ സോൾഡറിംഗ് ഒക്കെ പെട്ടെന്ന് വിട്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഗ്ലൂ ഗൺ വെച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തു. അതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ മിനി മോട്ടർ നമ്മൾ ഒട്ടിച്ച് വെച്ചു. ഓക്കെ, അപ്പോൾ 1-2 സെക്കൻഡ് കഴിയുമ്പോഴേക്കും നമ്മുടെ മിനി മോട്ടർ സെറ്റ് ആയിട്ടുണ്ടാവും, അവിടെ ഒട്ടിയിരിക്കുന്നുണ്ടാവും. ഇനി നമ്മുടെ സ്വിച്ചും നമ്മൾ ഇതുപോലെ തന്നെ ആ ഒരു സൈഡിലായിട്ട് നമ്മൾ ഒട്ടിച്ച് വെക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ സ്വിച്ചിലും കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തു. ഇനി നമുക്ക് നമ്മുടെ ട്രാൻസ്ഫോമറിന്റെ സൈഡിലായിട്ട് ഇത് ഒട്ടിച്ച് വെക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ സ്വിച്ച് നമ്മൾ ഒട്ടിച്ചു. ഇനിയിപ്പോൾ ഈ 2 ഗ്രീൻ വയറിൽ നമ്മൾ സപ്ലൈ കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ബാറ്ററി എടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ എടുത്ത ആ ഒരു 9 വോൾട്ട് ബാറ്ററി, ആ ബാറ്ററി വെച്ചാണ് നമ്മൾ ഇതിൽ സപ്ലൈ കൊടുക്കുന്നത്. അപ്പോൾ ഇതിന് പൊലാരിറ്റി ഒന്നുമില്ല, നമുക്ക് ഏത് സൈഡിൽ വേണമെങ്കിലും ബാറ്ററിയുടെ ഇതിലേക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ ക്ലിപ്പ് ഇട്ടല്ല വെക്കുന്നത്, സോൾഡർ ചെയ്ത് വെക്കുന്നതാണ്. അതല്ല, നമുക്കിപ്പോൾ ക്ലിപ്പ് ഇട്ട് വെക്കണമെങ്കിൽ വെക്കാം. അപ്പോൾ ഞാനിപ്പോൾ 2 മെത്തേഡ് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഒന്ന് സോൾഡർ ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ക്ലിപ്പാണെങ്കിൽ നമുക്ക് ബാറ്ററി മാറ്റാൻ പറ്റും. ഇനി നമുക്ക് നമ്മുടെ ബൾബിൻ്റെ ഹോൾഡർ ഇതിൽ സെറ്റ് ചെയ്യാം. കണ്ടോ, അപ്പോൾ ഈ 2 വയറാണ് നമ്മൾ സോൾഡർ ചെയ്യുന്നത്, നമ്മുടെ സ്ക്രൂ ഇട്ട് ടൈറ്റ് ചെയ്യുന്നത് നമ്മുടെ ഹോൾഡറിൽ. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മുടെ ആ ഹോൾഡറിൻ്റെ ക്യാപ്പ് നമ്മൾ ഇതിനുള്ളിൽ ഇട്ടു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ആ വയറെടുത്ത് ഇതിനുള്ളിലിട്ടിട്ട് സ്ക്രൂ ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത് കഴിഞ്ഞപ്പോൾ 1-2 തവണ വീഡിയോ ഷൂട്ട് ചെയ്തപ്പോഴും നമ്മുടെ ക്യാപ്പ് ഇടാൻ മറന്നുപോയായിരുന്നു, ഹോൾഡറിൻ്റെ ബാക്കിലത്തെ ക്യാപ്പ് ഇടാൻ മറന്നുപോയായിരുന്നു. അതാണ് ഞാനിപ്പോൾ പ്രത്യേകം എടുത്ത് പറഞ്ഞത്. ആദ്യം നമ്മൾ ആ വയറിനുള്ളിൽ ക്യാപ്പ് ഇട്ടിട്ട് വേണം നമ്മുടെ വയർ സ്ക്രൂ ചെയ്യാമായിരുന്നു. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാതെ ചെയ്ത് 1-2 തവണ വെറുതെ റീടേക്ക് എടുക്കേണ്ട വന്നായിരുന്നു വീഡിയോയിൽ. അങ്ങനെ നമ്മൾ നമ്മുടെ ബൾബിലേക്ക് വയർ സെറ്റ് ചെയ്തു, ട്രാൻസ്ഫോമറിൻ്റെ ബാക്കി നിന്ന ആ 2 ലീഡ്, അതായത് റെഡ് വയർ. ഇനിയിപ്പോൾ നമ്മൾ ഈ സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബൾബ് നമുക്ക് കത്തുന്നത് കാണാൻ പറ്റും. കണ്ടോ, അപ്പോൾ നമ്മുടെ നേരത്തെ ചെയ്ത പോലെ തന്നെ നല്ല പകൽ വെട്ടത്തിലായതുകൊണ്ടാണ് ബൾബ് നമുക്ക് അത്രയ്ക്ക് പ്രകാശം തോന്നാത്തത്. അപ്പോൾ നമ്മൾ ഒരു റൂമിൻ്റെ ഉള്ളിൽ വെച്ച് ചെയ്ത് നോക്കുകയാണ്. കണ്ടോ, അപ്പോൾ നമ്മുടെ ബൾബ് നല്ല അടിപൊളിയായിട്ട് കത്തുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ സ്വിച്ച് ഇട്ട് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് നമ്മുടെ ബൾബ് കത്തിയത്. അത് വേറൊന്നുമല്ല, നമ്മുടെ ബാറ്ററിയിൽ നിന്ന് വരുന്ന DC വോൾട്ടേജിനെ AC-യിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട്, അതായത് നമ്മുടെ മിനി മോട്ടറിൻ്റെ ഹെൽപ്പിൽ നമ്മൾ AC-യിലേക്ക് കൺവേർട്ട് ചെയ്യാൻ എടുക്കുന്ന ആ ഒരു ടൈം ഡിലേ കൊണ്ടാണ് നമ്മുടെ ബൾബ് കത്താനായിട്ട് കുറച്ച് നേരം ടൈം എടുത്തത്. അപ്പോൾ ഞാൻ വേണമെങ്കിൽ ഒന്നുകൂടി സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ഒന്നുകൂടി ഓൺ ചെയ്ത് കാണിച്ചു തരാം, ആ ടൈം ഡിലേ കാണിച്ചു തരാൻ വേണ്ടിയിട്ട്.
കണ്ട ഈ ഒരു കുഞ്ഞ് ബാറ്ററി വെച്ചിട്ടാണ് നമ്മുടെ 230 വോൾട്ടിൽ വർക്ക് ചെയ്യുന്ന നമ്മുടെ ബൾബ് കത്തുന്നത്. അപ്പോൾ ഞാൻ ഒന്നുകൂടി ഓഫ് ചെയ്ത് ഇതൊന്ന് ഓൺ ചെയ്ത് കാണിച്ചു തരാം. കണ്ട നമ്മൾ ഓൺ ചെയ്ത് കുറച്ചു നേരം ടൈം ഡിലേ വരുന്നുണ്ട്. അത് ആ DC to AC കൺവേർഷനാണ്. ആ ഒരു കൺവേർഷന് വേണ്ടിയിട്ട് എടുക്കുന്ന ടൈമാണ്. ഫ്രണ്ട്സ്, അപ്പോൾ ഇതിൽ വരുന്ന വർക്കിംഗ് എന്താണ് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ബാറ്ററിയിൽ നിന്ന് വരുന്നത് DC വോൾട്ടേജ് ആണ്, അതായത് ഡയറക്റ്റ് കറണ്ട്. അതിന് നമ്മൾ AC-ലേക്ക് കൺവേർട്ട് ചെയ്യാണ് ചെയ്യുന്നത് ആദ്യം. അതിനുശേഷം നമ്മുടെ ട്രാൻസ്ഫോമറിന്റെ സഹായത്തോടുകൂടി ഈ 9 വോൾട്ടിനെ നമ്മൾ 230 അല്ലെങ്കിൽ അതിൽ കൂടുതലായിട്ട് കൺവേർട്ട് ചെയ്ത്, അതായത് സ്റ്റെപ്പ് അപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് നമ്മുടെ 230 വോൾട്ടിൽ വർക്ക് ചെയ്യുന്ന ബൾബ് നമ്മുടെ 9 വോൾട്ടിൽ വർക്ക് ചെയ്യുന്നത്. ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു കുഞ്ഞ് ഇൻവെർട്ടറാണ് നമ്മളിന്ന് ഉണ്ടാക്കിയത്. അപ്പോൾ കുട്ടികൾക്ക് വരെ ചെയ്യാൻ പറ്റുന്ന ഒരു കുഞ്ഞ് പ്രൊജക്റ്റാണ്. അപ്പോൾ നമ്മുടെ സ്കൂൾ എക്സിബിഷനൊക്കെ വരുമ്പോൾ പിള്ളേർക്ക് വേണമെങ്കിൽ ചെയ്ത് നല്ല കൈയടി വാങ്ങാൻ പറ്റിയ ഒരു കുഞ്ഞ് ഐറ്റാണ് നമ്മളിന്ന് ചെയ്ത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ എന്തെങ്കിലും സംശയമോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ വന്നിട്ട് കമന്റ് ചെയ്യുക. അപ്പോൾ ഇതേപോലത്തെ വീഡിയോസ് ഇനി ലഭിക്കണമെങ്കിൽ M4Tech യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ നമ്മുടെ നോസ്റ്റാ പ്രോ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാളിലെ ലിങ്ക് നമ്മുടെ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിലും നല്ല വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാമെന്ന പ്രതീക്ഷയിൽ ക്യാമറമാൻ പ്രവീണോടൊപ്പം ഇറ്റ്സ് മീ ജിയോ ജോസഫ് സൈനിങ് ഔട്ട്.